ആര്യ, ഈ കെട്ടിടം പ്രവർത്തിക്കുന്നുണ്ട്. അതായത് അതേ സമയത്ത് തന്നെ കെട്ടിടത്തിന്റെ ഒരു ഭാഗം, ഈ 3 നില വരുന്ന ഒരു ഭാഗം, ഒരു 2 3 വരുന്ന നിലയുള്ള മുറികളുള്ള ഒരു ഭാഗം, ആ ഭാഗം മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കാതിരുന്നത്. അതിനോടൊപ്പമുള്ള ബാക്കി ഭാഗങ്ങളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴും അവിടെ രോഗികളൊക്കെ തന്നെ അഡ്മിറ്റായി ഉള്ള ഭാഗമായിരുന്നു സ്ഥലമെന്ന് പറയുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ അപകടം നടന്നത്. അതായത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ കെട്ടിടം നിലവിൽ പ്രവർത്തിക്കുന്നില്ല. അതായത് ഈ അപകടം പൂർണ്ണമായും പൊളിഞ്ഞു വീണ ഭാഗം പ്രവർത്തിക്കുന്നില്ല. അതേസമയത്ത് തന്നെ അതിന്റെ ഭാഗമായി നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കണ്ടകൾ തന്നെ അറിയാം. അതിനൊപ്പമുള്ള ഭാഗങ്ങളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നതാണ്. അവിടെയൊക്കെ തന്നെ സജീവമായി തന്നെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്ന മേഖലയാണ്. അതേസമയത്ത് തന്നെ ഈ നിലവിൽ ഇപ്പോൾ ഈ കെട്ടിടം പൂർണ്ണമായും പൊളിഞ്ഞു വീണ, ഈ 3 നില കെട്ടിടത്തിന്റെ പൊളിഞ്ഞു വീണ ഭാഗത്തിൽ അവിടെ നിലവിൽ ഇപ്പോൾ പ്രവർത്തനം ഇല്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ ബാത്റൂമൊക്കെ കണ്ടതാണ്. ആ ബാത്റൂമുള്ള ഭാഗത്തൊക്കെ തന്നെ ആളുകൾ ഇപ്പോഴും സജീവമായി തന്നെ ഇതിൻ്റെ ഈ 2 പാസേജ് 11ന്റെയും 14ന്റെയും പാസേജിലൂടെയാണ് അപ്പുറത്തുള്ള വാർഡുകാർ താഴേക്ക് പോകുന്നതും വരുന്നതും, എളുപ്പ വഴിയിലൂടെ പുറത്തേക്ക് പോകുന്നതും. അതിൻ്റെ ഈ പാസേജിൻ്റെ ബാത്റൂമിൻ്റെ തൊട്ട് സൈഡിൽ മുൻവശത്തൂടെയാണ് കടന്നു പോകുന്നത്. മേളിലത്തേനകത്തുണ്ട്. മേളിലത്തെ ബാത്റൂമിൽ ആളുള്ളായിരുന്നു. മേളിലത്തേക്ക് ഇതെല്ലാം പൂർത്തി പൊളിഞ്ഞു പോയി കിടക്കുന്നു. എന്തായാലും ഈ അപകടം അത് എത്രത്തോളമായിരുന്നു? നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് വഴിയാണ് ആദ്യ ഘട്ടത്തിലുള്ള രക്ഷാപ്രവർത്തനം നടന്നത്. ഈ ചുവര് ഇടിച്ചാണ് ആളുകൾ, പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംഘം ഇതിനകത്തേക്ക് കയറിയത്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു അപകടം തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഏകദേശം ഒരു അരമണിക്കൂറിന് മുൻപ് നടന്നത്. ഈ കെട്ടിടത്തിന്റെ 14 ഓർത്തോ സർജറി ഡിപ്പാർട്ട്മെന്റിന്റെ 14 നമ്പർ വാർഡ്, ആ വാർഡിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ പൊളിഞ്ഞു വീണത്. എന്തായാലും ആ പൊളിഞ്ഞു വീണ ഭാഗം പ്രവർത്തിക്കുന്നില്ല എന്നാണ് മന്ത്രിമാരൊക്കെ തന്നെ പറയുന്നത്. പക്ഷേ അതേസമയത്ത് തന്നെ ആ ഭാഗത്തിനൊപ്പം കെട്ടിടം ഉള്ള ഭാഗമൊക്കെ തന്നെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ആളുകളൊക്കെ തന്നെ അവിടെ ഉണ്ട്. അതിന്റെ ഭാഗം നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ടതാണ്. ബെഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. എന്തായാലും എല്ലാ രോഗികളെയും അപകടം നടന്ന ഉടൻ പെട്ടെന്ന് തന്നെ എല്ലാവരെയും മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. അതേസമയത്ത് തന്നെ 3 പേർ പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ അവരുടെ പരിക്ക് ഗുരുതരമല്ല, സാരമുള്ള പരിക്കല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലൊരു 5-6 വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട് എന്നും ആശുപത്രിയിൽ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും കെട്ടിടത്തിൽ നിന്ന് ഇപ്പോഴും ആളുകൾ, ഈ പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംഘം തെരച്ചിൽ നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ കെട്ടിടത്തിന് അടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് സംബന്ധിച്ച് സ്ഥിരീകരണത്തിലേക്ക് ഇതുവരെയും ഫയർഫോഴ്സ് എത്തിയിട്ടില്ല. അത് സംബന്ധിച്ച് തെരച്ചിലാണ് നിലവിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. എന്തായാലും വളരെ രീതിയിലൊരു അപകടമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു അരമണിക്കൂർ മുൻപ് നടന്നത്. എന്തായാലും മന്ത്രിമാരുൾപ്പെടെയുള്ളവർ, പ്രത്യേകിച്ച് ഇന്ന് ഈ സർക്കാരിന്റെ മധ്യമേഖല അവലോകന ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ആരോഗ്യമന്ത്രി, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ജില്ലയിലുണ്ട്. അതിനാൽ തന്നെ ഈ അപകടം നടന്ന ഉടൻ തന്നെ മന്ത്രി വി എൻ വാസവൻ, അതുപോലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്തെത്തി. എന്തായാലും മന്ത്രിമാരുൾപ്പെടെ ഈ ആശുപത്രിയിൽ ഇപ്പോൾ സൂപ്രണ്ടുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താണ് സംബന്ധിച്ച് കൃത്യമായ ധാരണ അല്പസമയം ശേഷമായിരിക്കും നമുക്ക് ഉണ്ടാവുക. കാലപ്പഴക്കമാണോ ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത്, അതല്ല മറ്റെന്തെങ്കിലും ദൃശ്യങ്ങളും പ്രതികരണങ്ങളുമാണ് അവിടെ നിന്ന് ഷിനോജ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കെട്ടിടം പൂർണ്ണമായും ഇപ്പോൾ പ്രവർത്തിപ്പിക്കുന്നില്ല, അവിടെ വാർഡുകൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ് മന്ത്രിമാർ പറയുന്നത്. പക്ഷെ ദൃശ്യങ്ങൾ മറ്റൊരു കഥയാണ് നമ്മളോട് പറയുന്നത്. എന്നാലും അതിന്റെ മുകൾ ഭാഗത്തിന്റെയൊക്കെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇത് എപ്പോൾ ഇത്രയും വൈകിയതെന്തേ തകർന്നു വീഴാൻ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. ഒരു തരത്തിലുള്ള നവീകരണ പ്രവർത്തികളൊന്നും ആ കെട്ടിടത്തിൽ നടന്നിട്ടില്ല ഈ അടുത്ത കാലത്തൊന്നും എന്ന് ആ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്.